തൃശൂരിൽ ബി.ജെ.പിയുമായി ഡീലുണ്ടാക്കിയത് വി.ഡി. സതീശനെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബി പറഞ്ഞു. അതേസമയം ADGP അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. തൃശൂരിൽ ബി.ജെ.പിയുമായി ഡീലുണ്ടാക്കിയത് വി.ഡി. സതീശനാണ്. CPIMന് RSSുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല. പൂരവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബി പറഞ്ഞു. CPIMനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സംബന്ധിച്ചിടത്തോളം RSSുമായിട്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല. വി.ഡി. സതീശനൊക്കെ ഈ എന്തോ ഡീലുണ്ട് എന്നുള്ള മട്ടിൽ സംസാരിച്ച വി.ഡി. സതീശനാണല്ലോ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് എത്ര വോട്ട് കിട്ടി? അതിൽ 80,000-ലധികം വോട്ടിൻ്റെ കുറവാണ് UDFന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂർ ഉണ്ടായത്. ADGP അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. അത് സത്യമാണെങ്കിൽ സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ഗോൾവാർക്കറെ പൂജിച്ച വി.ഡി. സതീശൻ ഇപ്പോൾ CPIMനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സർക്കാരിനെതിരെ ആസൂത്രിത ഗൂഢാലോചന നടക്കുകയാണെന്നും മന്ത്രി M.B. രാജേഷ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് RSSുമായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള എതിർപ്പ് അത് ഞങ്ങൾക്ക് ശക്തമായി തന്നെ ഉറപ്പിച്ച് തന്നെ എക്കാലത്തും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു നേതാവും ഗോൾവാൾക്കറുടെ പടത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വിനീത വിധേയനായി കൂപ്പുകൈകളോടെ നിൽക്കാത്തത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ആരാണെന്ന് തെളിയണം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരണം. സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ വാർത്ത ശരിയാണെങ്കിൽ അത് അതീവ ഗൗരവമായ ഒരു വിഷയമായി തന്നെ ഗവൺമെൻറ് കാണണം എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഒരു കക്ഷി RSS ആണെന്നുള്ളതാണ്. ഈ പൂരം അലങ്കോലപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒറ്റ കക്ഷി മാത്രമേ ഇവിടെയുള്ളൂ, അത് RSSും BJPയുമാണ്. അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് BJPയും CPIMും തമ്മിലുള്ള രഹസ്യധാരണയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.